ഒരു 2-3 മാസം മുന്നേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിരുന്നു. കുറേ ടെക്സ്റ്റാണ്, ലോങ് ടെക്സ്റ്റ്. അപ്പോൾ തപ്പിയിട്ട് കിട്ടുന്നില്ല. ഫോൺ ഞാൻ കുറേ നോക്കി. ഈ വിഷയം പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോ കണ്ടു. അതായത് ജെൻ ആൽഫ കിഡ്സ് ഉണ്ടല്ലോ, ഈ കുട്ടികളിലും കോസ്മെറ്റിക്സിനോടും അതേപോലെ തന്നെ ഈ മേക്കപ്പ് പോലുള്ള സംഭവത്തിനോട് കൂടി വരുന്നുള്ളൊരു ആർത്തി അല്ലെങ്കിൽ അതിനോടുള്ളൊരു അഡിക്ഷൻ, ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടു. അപ്പോഴാണ് എനിക്ക് ആ സംഭവം ഓർമ്മ വന്നത്. കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ നമുക്കത് വായിച്ച് തീർക്കാൻ പറ്റില്ല. ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു. നല്ല മിടിക്കായിരുന്നു. 10ാം ക്ലാസ് വരെ ടോപ്പിൽ ഏറ്റവും ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷേ 10ാം ക്ലാസ് എത്തിയതിൻ്റെ ശേഷം ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ആണ് ഫീൽ ചെയ്യുന്നത്. അതിൽ മേജർ ആയിട്ടുള്ള ഒരു സാധനം കൺസേൺസ് ആണ്. കുട്ടികളെ നമ്മളിങ്ങനെ എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, ഹെയർ സ്റ്റൈൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതെല്ലാ കുട്ടികളിലും ഉണ്ടെന്നല്ല പറയുന്നത്. ആൽഫ കിഡ്സ് എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് ഇപ്പോൾ 2010 ശേഷമുള്ള കുട്ടികൾക്ക് ഒരു 15 വയസ്സൊക്കെ ആയി കാണും. പക്ഷേ ഇപ്പോൾ ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരെ സ്ഥിരമായിട്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് നമ്മൾ തന്നെ കാണുന്നുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും. മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ഇഷ്യൂസിൻ്റെ കൺസേൺസ് ആണ്. അതായത് കുട്ടികൾക്ക് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇവരുടെ മൈൻഡിൽ ഇവർ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനായിരിക്കും. ഹെയർ സ്റ്റൈല്, കളറ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവർ ഭയങ്കരമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. അതേപോലെ തന്നെ ചെറിയ ചെറിയ ഇഷ്യൂസിലൊക്കെ ഭയങ്കരമായിട്ട് മെൻ്റലി ഡിപ്രസ്ഡ് ആവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മേജറായിട്ട് പറയുന്നത്. ബാക്കി ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇത് വലിയൊരു കൺസേൺ ആണ് കുട്ടികളുടെ. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഈ ലിപ്സ്റ്റിക് ഇടുന്നതും പാരൻസ് ശ്രദ്ധിക്കുന്നില്ല. ഇത് ഏത് ബ്രാൻഡാണ്, ഈ സാധനം വയറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും. റീസെൻ്റ് ആയിട്ട് നമ്മൾ കുറേ സംഭവങ്ങൾ കണ്ടതാണ്. ഈ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചിട്ടുള്ള വലിയ ഹസാർഡ്നെസ്സും അതുകൊണ്ട് വന്ന മരണം വരെ സംഭവിച്ച ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ പാരൻസ് ഇതിന് ഒട്ടും കെയർ ചെയ്യാറില്ല. സോ ഇത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ സ്കിന്നിൽ ക്രീം പുരട്ടുന്നതോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നു എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഇതിനോടൊരു ഭ്രമം വരിക, അതായത് ഇതില്ലാണ്ട് പുറത്തു പോകാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരെ, ഇതൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പഠനത്തിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റത്തില്ല. ഈ ലാക്ക് ഓഫ് കോൺഫിഡൻറ്റ്, അതേപോലെ തന്നെ ആളുകൾ ഫേസ് ചെയ്യാനുള്ള മടി, പിന്നെ കമ്പാരിസൺ, എപ്പോഴും നമ്മളിങ്ങനെ ഒരു കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഫിസിക്കലായിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്. ഓക്കെ, സ്കിന്നിൻ്റെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളൊന്നും ബ്രാൻഡഡ് സാധനം അല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിന്നിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ ഇവരിലേക്ക് ഇത് എങ്ങനെയാണ് വരുന്നത് നമുക്കിത് പാരൻസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ആൽഫ കിഡ്സ് എന്ന് പറയുമ്പോൾ അവർ പൂർണ്ണമായിട്ടും ഈ ഡിജിറ്റലൈസേഷൻ്റെ കാലത്ത് ജനിച്ച ആൾക്കാരാണ്. ഈ ടാബ്ലറ്റും ഐപാഡും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയൊക്കെ കണ്ടു വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഇത് ഇവർക്ക് കിട്ടുന്നത്. അതായത് അതിൽ പല ആളുകളും ഇത് യൂസ് ചെയ്യുന്നു, ഇത് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഗ്ലോ കിട്ടുന്നു. പക്ഷെ അത് കുറേയൊക്കെ ഫിൽറ്റർ ആയിരിക്കും, ലൈറ്റ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിന് കുറേ സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അതിൻ്റെ റിയാലിറ്റിയൊക്കെ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പരമാവധി ഇങ്ങനത്തെ സംഭവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഒരു പാരൻസ് എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട.